ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ഏഷ്യാനെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇത് എങ്ങോട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? പുതിയ രീതിയിലും ഭാവത്തിലും താളത്തിലും ഒക്കെയുള്ള കുൽസിതമായ കണ്ടന്റുകളാണ് സീസൺ 7 പുറത്തു വരുന്നത്. ഈ പോക്ക് പോവുകയാണെങ്കിൽ 100 ദിവസം കഴിയുമ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 എന്തായി തീരും എന്നതാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. എന്തായാലും ആര്യനും റെന ഫാത്തിമയും തമ്മിലുള്ള പുതിയ വിഷയം. ആര്യൻ റെന ഫാത്തിമയുടെ ദേഹത്ത് കയറി കിടന്നു. ലാലേട്ടന് ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാനുള്ള മറ്റൊരു കുൽസിത കണ്ടന്റ് കൂടി റെഡിയായിരിക്കുന്നു. എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 7 മത്സരാർത്ഥികളുടെ അല്ലെങ്കിൽ സീസൺ 7 വമ്പൻ പരാജയം എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആര്യൻ വരുന്ന സമയത്ത് ആര്യൻ്റെ ബെഡിൽ നെവിൻ കയറി കിടക്കുകയാണ്. അപ്പം നെവിനോട് ആര്യൻ പറയുന്നു, എനിക്ക് ഉറക്കം വരുന്നുണ്ട്, മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചവിട്ട് കൊടുക്കുന്നു. നെവിനാണെങ്കിൽ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നില്ല. ശേഷം ആര്യൻ വന്നിട്ട് നെവിൻ്റെ ബെഡിലേക്ക് കയറി കിടക്കുന്നു. അപ്പോൾ അതിനുശേഷം നെവിൻ അനുമോളുടെ ബെഡിലേക്ക് മാറിയപ്പോൾ ഇത് കാണുന്ന ആര്യൻ തൻ്റെ ബെഡിലേക്ക് തിരിച്ചു വരുന്നു. ആ ഒരു സമയത്ത് റെന ഫാത്തിമ ഇവരോട് തമാശയൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. അപ്പോൾ റെന എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആര്യനെ ഓവർടേക്ക് ചെയ്യാനായിട്ട് ആര്യൻ്റെ ബെഡിൽ കയറി കിടന്നു. അപ്പോൾ ആര്യൻ്റെ ബെഡിൽ കയറി കിടക്കുന്ന സമയത്ത് ആര്യൻ നേരെ രണ്ട് കൈയും റെനയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇട്ടുകൊണ്ട് റെന ഫാത്തിമയുടെ ദേഹത്ത് കയറി കിടന്നു. റെന സത്യത്തിൽ നല്ല രീതിയിൽ തന്നെ പാനിക്കായി, നന്നായി പേടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു ലൈവിലും എപ്പിസോഡിലൊക്കെ റെനയുടെ ഫേസിൽ വന്ന ആ ഒരു മാറ്റം കാണുമ്പോൾ തന്നെ വ്യക്തമാകുന്നുണ്ടായിരുന്നു. റെന നല്ല രീതിയിൽ തന്നെ ഭയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഓപ്പോസിറ്റ് ഇതെല്ലാം കണ്ടുകൊണ്ട് ബിന്നി കിടക്കുന്നുണ്ടായിരുന്നു. ബിന്നിയോട് ഈ കാര്യങ്ങൾ പറയുന്നു, നല്ല രീതിയിൽ തന്നെ കരയുന്നു, അനുമോളോട് പറയുന്നു. അങ്ങനെ ഇത് വീട്ടിൽ തന്നെ വലിയൊരു ചർച്ചയാവുന്നു. അതിനുശേഷം റെന ആര്യനോട് ഈ ഒരു കാര്യത്തെപ്പറ്റി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആര്യൻ പറയുന്നത് ഒരിക്കലും ബാഡ് ഇൻറ്റൻഷനോ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് പോലും ഇല്ല എന്നുള്ളത്. അത് ലൈവ് കാണുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ആര്യൻ ഒരിക്കലും ഒരു ബാഡ് ഇൻറ്റൻഷനോടുകൂടി ചെയ്ത ഒരു പ്രവൃത്തി അല്ല എന്നുള്ളത്. എങ്കിൽ കൂടി ആര്യൻ ചെയ്തിരിക്കുന്നത് 100% തെറ്റായ ഒരു കാര്യമാണ്. റെന ഫാത്തിമ ആര്യൻ്റെ ബെഡിൽ കയറി കിടന്നത് ഒന്നാമത്തെ തെറ്റ്. പക്ഷേ അത് ചെയ്തിരിക്കുന്നത് റെനയുടെ ഭാഗത്തു നിന്നും വന്ന വലിയൊരു വീഴ്ച തന്നെയാണ്. എങ്കിൽ കൂടി ആര്യന് ഒരു പക്ഷേ റെനയോട് പറഞ്ഞാൽ മതിയായിരുന്നു. നെവിനോട് പറഞ്ഞതുപോലെ തന്നെ റെനയോട് മാറി, എനിക്കിവിടെ കിടക്കണം, എൻ്റെ ബെഡിൽ നിന്ന് മാറി കിടക്കേ എന്നുള്ളത് വാക്കാൽ പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അത് പറയുന്നതിന് പകരം അതൊരു വാക്ക് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. റെന ഫാത്തിമയ്ക്കത് അൺകംഫർട്ടബിൾ ആയി എന്നുള്ളത് അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. അവർക്കതൊരിക്കലും ഒരു സേഫ് അല്ല, അല്ലെങ്കിൽ അത് ഒരിക്കലും ഒരു അൺകംഫർട്ടബിളായി ഫീൽ ചെയ്തതുകൊണ്ടാണ് ആ കുട്ടി അത്രയധികം കരയുന്നതും അല്ലെങ്കിൽ എല്ലാവരോടും ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ ആര്യൻ ഇത് റെനയോട് പറഞ്ഞാൽ മതിയായിരുന്നു. അത് പറയാത്തത് മറ്റൊരു തെറ്റ്. അതുമല്ലാതെ റെന ഫാത്തിമയ്ക്ക് റെനയുടെ അത്രയും ക്ലോസ് ആയൊരു ഫ്രണ്ടാണ് ആര്യനോട് സ്പോട്ടിൽ തന്നെ ചോദിച്ചാൽ മതിയായിരുന്നു, നീ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്, നീ ചെയ്തത് എനിക്ക് തീരെ ഇഷ്ടമായില്ല, എനിക്കത് വല്ലാത്തൊരു അൺകംഫർട്ടബിളായി ഫീൽ ചെയ്തു എന്നുള്ളത് ആര്യനോട് തന്നെ മുഖത്ത് നോക്കി പറഞ്ഞാൽ മതിയായിരുന്നു. അത് രണ്ടാമത്തെ തെറ്റ്. പക്ഷേ ഇവിടെ തെറ്റുകളും ശരികളും നമ്മൾ നോക്കുന്ന സമയത്ത് തന്നെ ചില ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ചില പൊതു സ്വഭാവങ്ങളുടെ ഏതൊരു വിഷയത്തിനും, അതായത് ഇപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരാൾ, അതിപ്പോൾ നമ്മുടെ എത്ര ക്ലോസ് അല്ലെങ്കിൽ എത്ര ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഏത് വ്യക്തിയാണെങ്കിൽ പോലും നമ്മുടെ ദേഹത്തേക്ക് വരുന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു വ്യക്തി നമ്മുടെ ദേഹത്തേക്ക് വരുമ്പോൾ അവരത് ഫണ്ണായിട്ടാണോ സീരിയസ് ആയിട്ടാണോ അവരുടെ ഇൻറ്റൻഷൻ എന്താണ് എന്നൊന്നും നമ്മൾ ചിന്തിക്കില്ല. നമ്മൾ സ്പോട്ടിൽ പാനിക്കാവും, നമ്മൾ വളരെയധികം ഭയപ്പെട്ടു പോകും. ആ ഒരു സംഭവമാണ് അല്ലെങ്കിൽ ആ ഒരു പ്രകൃതമാണ് ഇവിടെ റെന ഫാത്തിമയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. റെന സത്യത്തിൽ നല്ല രീതിയിൽ തന്നെ ഭയപ്പെട്ടു. കാരണം റെന ഒരിക്കലും ആര്യൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു പ്രവൃത്തി പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അൺഎക്സ്പെക്റ്റഡായി ആര്യൻ റെനയുടെ ദേഹത്തേക്ക് വീണപ്പോൾ അല്ലെങ്കിൽ ദേഹത്ത് കിടന്നപ്പോൾ റെനയ്ക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായി. അത് റെന തുറന്ന് പറയുകയും ചെയ്തു. അതാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ ആര്യൻ കുറച്ചുകൂടി പക്വതയോടുകൂടി പെരുമാറിയില്ല എന്നുണ്ടെങ്കിൽ അത് ആര്യനെ വരും ദിവസങ്ങളിൽ ബാധിക്കും എന്നത് ഒരു വാസ്തവം തന്നെയാണ്. ആര്യനെക്കുറിച്ച് ഒരുപാട് അലിഗേഷൻസും ഒരുപാട് കംപ്ലയിൻസും വീട്ടുകാർ തന്നെ പറയുന്നുണ്ട്. ആ ഒരു വ്യക്തി എന്താണ് എന്നുള്ളത് എനിക്ക് ഇനിയും മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോൾ പക്വത കുറവാണോ അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനുള്ള ആ ഒരു കഴിവില്ലാത്തത് കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ആര്യൻ കുറച്ച് ഓവറാണ് എന്നുള്ളത് പറയാതിരിക്കാനാവില്ല. അത് നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ അത്
ആര്യന് തന്നെ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വീട്ടുകാരൊക്കെ അവരവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓരോരുത്തർക്കും ബഹുജനം പലവിധം എന്നുള്ളത് തന്നെയാണല്ലോ. ഓരോ നിലപാടുകളുണ്ട്. പ്രേക്ഷകർക്കാണെങ്കിലും അത്തരത്തിൽ തന്നെയാണ്. എന്തു തന്നെയാണെങ്കിലും ആര്യൻ ചെയ്തിരിക്കുന്നത് ഇവിടെ 100 101% തെറ്റ് തന്നെയാണ്. പക്ഷെ അക്ബറൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം റെനയോട് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ഇതിനപ്പുറത്തും ഒരു ബെഡിൽ ഒന്നിച്ച് കിടക്കുന്ന ആളുകളല്ലേ, അപ്പോൾ ഇത് ഒരു പ്രശ്നമായി അത്ര എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതൊക്കെ. പക്ഷെ റെന പറയുന്നുണ്ട്, എനിക്കത് അൺകംഫർട്ടബിളായി ഫീൽ ചെയ്തു, ഞാൻ അവനോട് ചോദിച്ചു എന്നുള്ളതൊക്കെ. ആര്യന് ശേഷം മാപ്പും പറയുന്നുണ്ട്, സോറിയും പറയുന്നുണ്ട്. കാരണം റെനയ്ക്കത് ബുദ്ധിമുട്ടായി ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി എന്ന് പറയുന്നു. ഞാൻ ഒരിക്കലും മറ്റൊരു ഇൻറ്റൻഷനും വെച്ചുകൊണ്ടല്ല അങ്ങനെ ചെയ്തത്. ഒരു ഫണ്ണായിട്ട് റെന എൻ്റെ ബെഡിൽ ഫണ്ണായിട്ട് കിടന്നപ്പോൾ ഞാനും ആ ഒരു രീതിയിൽ കിടന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയും. ഓരോരുത്തരും എങ്ങനെ ഈ ഒരു ബിഗ് ബോസ് ഷോയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് പ്രേക്ഷകരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സ്വയം പോസിറ്റീവ് ആകാം എന്ന് ചിന്തിക്കുമ്പോൾ എങ്ങനെ സ്വയം നെഗറ്റീവ് ആകാം എന്ന കാര്യത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ആര്യൻ എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ഡേ ബൈ ഡേ തനിക്ക് എന്തൊക്കെ തെറ്റുകൾ ആ ഷോയ്ക്ക് ബിഗ് ബോസ് വീടിനകത്ത് ചെയ്തു കൂട്ടാമോ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയാമോ അതെല്ലാം ആര്യൻ ചെയ്യുന്നുണ്ട്. ആര്യന് ഇതിന് നല്ല രീതിയിലുള്ള പണികൾ വരും എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. സോ എന്തായാലും ഈ ഒരു വിഷയത്തിൽ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. എങ്കിൽ കൂടി ആര്യൻ ഒരിക്കലും അത്തരത്തിൽ റെനയോട് ബിഹേവ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നതാണ് എനിക്കും പറയാനുള്ളത്. പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ബിഗ് ബോസ് മലയാളം സീസൺ 7 കൂടുതൽ അപ്ഡേഷനുമായി നമ്മൾ വീണ്ടും കൂടി ചേരുന്നത്.